ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മൾ ഹോണ്ട ആക്റ്റീവ 3G വണ്ടിയാണ്. അതിൻ്റെ എൻജിൻ സംബന്ധമായിട്ടുള്ള വർക്കിന് വേണ്ടിയിട്ട് അയച്ചതാണ് നമ്മൾ. അപ്പോൾ നിലവിൽ നമുക്ക് വണ്ടിയുടെ കണ്ടീഷൻ വെച്ചിട്ട് നോക്കുമ്പോഴേ നമുക്കിതുമ്മേ കിടക്കുന്ന പിസ്റ്റൺ സിലിണ്ടർ, അതായത് സിലിണ്ടറും പിസ്റ്റണും ബോർ ചെയ്തേക്കുന്ന പിസ്റ്റണാണ്. അതായത് ഫസ്റ്റ് ബോർ ചെയ്താണ് പിസ്റ്റണാണ് ഇതുമ്പോൾ കിടക്കുന്നത് കേട്ടോ. അത് പറയാൻ കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ സ്പെസിഫിക്കേഷൻ നമ്പർ കൊടുത്തിട്ടുണ്ട് 0.25 എന്ന് പറഞ്ഞിട്ട്. കാരണം എന്ന് വെച്ചാൽ അത് ഫസ്റ്റ് ബോറാണ്. 0.50, അതായത് 0.50 എന്ന് പറയുമ്പോഴത്തേക്ക് സെക്കൻഡ് ബോർ. അങ്ങനെയാണ് അതിൻ്റെ ബോറിങ്ങിൻ്റെ അളവ് തന്നെ കേട്ടോ. അപ്പോൾ നമുക്കിവിടെ റിങ്സുമ്മ നോക്കിയാലും നമുക്കറിയാൻ പറ്റും അതിന്മേൽ വന്നത് ഫസ്റ്റ് ബോർ കണ്ടിട്ട് 0.25. കൃത്യമായിട്ട് കാണാൻ പറ്റുന്നില്ല. പിസ്റ്റണും നമുക്ക് കറക്റ്റായിട്ട് മെൻഷൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. കൃത്യമായിട്ട് 0.25 എന്ന ബ്ലാക്ക് ഷെയ്ഡിൽ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നിലവിൽ നമുക്ക് സിലിണ്ടർ പിസ്റ്റൺ നമുക്ക് മാറ്റേണ്ടി വരും. അതേപോലെ തന്നെ ഈ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ കണക്ടർ റോഡ് ഉണ്ടല്ലോ, ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ കണക്ടർ റോഡിന് പ്ലേ ഉണ്ട്. അപ്പോൾ ശരിക്കും അത് റെഡി ആക്കിയിട്ട് വേണം നമ്മൾ അതുമേക്ക് പുതിയ സിലിണ്ടർ പിസ്റ്റൺ ഘടിപ്പിക്കാനായിട്ട്. പിന്നെയുള്ള വേറൊരു പ്രോബ്ലം എന്ന് വെച്ചാൽ ഇതതിൻ്റെ വാൽവ് സെറ്റാണ്. ഇൻലെറ്റ് വാൽവ്, എക്സോസ്റ്റ് വാൽവ്. അതിനകത്ത് ഇൻലെറ്റ് വാൽവ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം അത്യാവശ്യം നല്ല രീതിയിൽ നനഞ്ഞ രീതിയിലിരിക്കാം. കാരണം എന്താ വെച്ചാൽ ആ ഭാഗത്തേക്ക് ഓയിൽ കയറി വന്നുണ്ട്. ആ ഇൻലെറ്റ് വാൽവിൻ്റെ ഗ്യാപ്പിൽ കൂടെ കയറിയിട്ട് ഓയിൽ കത്തിപ്പോകുന്നുണ്ട്. അതിൻ്റെ പ്രാരംഭ ലക്ഷണം കാണിക്കാന്ന് പറഞ്ഞാൽ ഇത് ഹെഡ് യൂണിറ്റാണ്. അതിൻ്റെ ഇൻലെറ്റ് വാൽവിൻ്റെ ഭാഗമാണ്. നോക്കുമ്പോൾ കൃത്യമായിട്ട് നമുക്കറിയാം ഓയിൽ മയത്തോടു കൂടി നനഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് നമുക്ക് എപ്പോഴും ആ കരിഞ്ഞ സ്മെല്ല് വന്നുകൊണ്ടിരിക്കുക. നമ്മൾ വണ്ടി ഓടിച്ചൊന്ന് ഹീറ്റായിട്ട് ഓടിയാൽ പോലും നമുക്ക് അതിനകത്ത് ആ കരിഞ്ഞ സ്മെല്ല് കിട്ടുന്നതിൻ്റെ കാരണം അതാണ്. എക്സോസ്റ്റ് വാൽവിൻ്റെ അവിടെ നോക്കുമ്പോഴും ചെറിയൊരു നനവുണ്ട്. അപ്പോൾ നമുക്ക് നോക്കിയതിന് ശേഷം ഉണ്ടല്ലോ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ക്രാങ്ക് ഷാഫ്റ്റ് നമുക്ക് ലെയ്ത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ പക്ക ക്ലിയറായിട്ട് സെറ്റ് ചെയ്ത് കിട്ടും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രാങ്ക് ഷാഫ്റ്റ് സ്കൂട്ടർ മോഡൽ വണ്ടിയുടെ ക്രാങ്ക് ഷാഫ്റ്റ് എന്ന് പറയുമ്പോൾ ഓട്ടോ ക്ലച്ച് യൂണിറ്റ് ആയതുകൊണ്ട് ഈ ക്രാങ്ക് വളരെ ഫ്രീ ആയിട്ടിരുന്ന് വർക്ക് ചെയ്യുന്ന ഐറ്റമാണ്. അങ്ങനെ വേറെ യാതൊരു കംപ്ലയിൻറ്റും അങ്ങനെ നോർമൽ രീതിയിൽ വരാറില്ല. ഓയിൽ ലെവലൊക്കെ കുറഞ്ഞു പോകുമ്പോഴാണ് പിന്നെയുള്ള പ്രശ്നങ്ങളതിൻ്റെ ഉള്ളിൽ തേമാന കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുള്ളൂ. അപ്പോൾ ക്രാങ്ക് ഷാഫ്റ്റ് നമുക്ക് സെറ്റ് ചെയ്തെടുക്കുക. അത് നമുക്കൊരു 1 ഇയർ വാറണ്ടിയിൽ സെറ്റ് ചെയ്ത് കിട്ടും. പിന്നെ ഈ സിലിണ്ടർ കിറ്റേപ്പാടി നമ്മൾ മാറ്റേണ്ടി വരും. അതായത് ഇപ്പോൾ ഇതിപ്പോൾ കിടക്കുന്നത് ഫസ്റ്റ് ബോർ പിസ്റ്റണും സിലിണ്ടറാണ് കിടക്കണേ. അത് മാറ്റിയിട്ട് കമ്പനി സ്റ്റാൻഡേർഡ് പിസ്റ്റണും സിലിണ്ടറും കയറ്റിയിടാം. ഈ വാൽവും ചേഞ്ച് ചെയ്തിട്ട് വാൽവിൻ്റെ ഗൈഡ് മാറ്റിയിട്ട് റീസെറ്റ് ചെയ്യാം. അപ്പോൾ എഞ്ചിൻ്റെ ആ ഭാഗം പക്ക ക്ലിയറായി പോകുള്ളൂ. പിന്നെ നമ്മൾ അതിൻ്റെ ഗിയർ ബോക്സിൻ്റെ സൈഡ് അഴിച്ചിട്ടുണ്ട്. അതിന് ചില ചെറിയൊരു ഓയിൽ ലീക്ക്, ചെറിയ നനവ് പോലെ ഉണ്ടായിരുന്നു. നമ്മളതിൻ്റെ വീലുകളൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ വീലുകൾക്ക് ഇതിന് പ്രത്യേകിച്ച് കാര്യമായിട്ടുള്ള തേമാനമില്ല. ഈ വീല് മാത്രം ചെറിയൊരു പ്ലേ കാണിക്കുന്നുണ്ട്. പക്ഷേ അത് നമുക്ക് അത്ര പ്രശ്നമുള്ള കേസല്ല. വീല് നമുക്ക് അത് തന്നെ യൂസ് ചെയ്യാം. പിന്നെ അതിൻ്റെ ഉള്ളിൽ വന്നാൽ 6004 നമ്പർ വന്നാൽ ബെയറിങ്ങും ഈ ഒൽസിലും ചേഞ്ച് ചെയ്തിടാം. പിന്നെ ഈ ബ്രീത്തർ പൈപ്പ്, ഗ്യാസ്കറ്റ്, ഗിയർ ഓയിലൊക്കെ മാറ്റിയിട്ട് നമുക്കത് റീസെറ്റ് ചെയ്യാം. അപ്പോൾ എഞ്ചിൻ്റെ ഭാഗം ക്ലിയറായിട്ട് പോകും. പിന്നെയുള്ളത് നമ്മളത് അഴിക്കണ സമയത്ത് നമ്മളതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നുണ്ട്. ബെൽറ്റ് നോക്കുമ്പോൾ അതിൻ്റെ സെൻറ്റർ പോർഷനിലൊക്കെ നോക്കുമ്പോൾ എല്ലാം അങ്ങനെ പൊട്ടിയിരിക്കണം കേട്ടോ. എല്ലാ ഫിന്നിൻ്റെ ഉള്ളിൽ കൂടെ പൊട്ട് വീണുണ്ട്. നമുക്കതുമ്പോൾ യൂസ് ചെയ്തേക്കുന്നത് ഹോണ്ടയുടെ കമ്പനി ബെൽറ്റ് തന്നെയാണ് അതുമ്പോൾ കിടക്കുന്നത് കേട്ടോ. പിന്നെ ക്ലച്ച് യൂണിറ്റൊക്കെ ആയാലും നമ്മൾ ഫുള്ളായിട്ട് അഴിച്ചിട്ട് അതിൻ്റെ പിന്നൊക്കെ ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. ഇതെൻ്റെ ഹെഡ് ഗ്യാസ്കറ്റാണ്. കമ്പനി ഗ്യാസ്കറ്റൊന്നുമല്ല, അത് ഒരു കുറഞ്ഞ ബ്രാൻഡ് കിടക്കണം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമ്മൾ എഞ്ചിൻ അഴിച്ച് ചെയ്യുന്ന കൂട്ടത്തിൽ നമ്മൾ ഇതിൻ്റെ ടൈമിംഗ് ചെയ്യും മാത്രം ഒന്നും ചേഞ്ച് ചെയ്തിടുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ എഞ്ചിൻ്റെ ഭാഗം സൈലൻ്റ് ആയിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതിനോടനുബന്ധിച്ച് തന്നെ ഗ്യാസ്കറ്റുകൾ അതൊക്കെ നമുക്ക് റീപ്ലേസ് ചെയ്യേണ്ടതായിട്ടുണ്ട് കേട്ടോ. പിന്നെ ക്ലച്ച് ഷൂവിൻ്റെ ഭാഗത്ത് നമുക്ക് ഇതിപ്പോൾ നോക്കുമ്പോൾ അറിയാം നമുക്കൊരു ഈ ക്ലച്ച് വെയിറ്റ് സെറ്റ് യൂണിറ്റാണ്. അത് ക്ലച്ച് ഔട്ടറിനകത്ത് കറക്റ്റായിട്ടല്ല പിടിക്കുക. കാരണം ആ ഭാഗം നോക്കുമ്പോൾ ചെറിയൊരു ഗ്രീസ് മയത്തോടുകൂടി ഉള്ളത് കൊണ്ടാണ് നമുക്ക് ആ വണ്ടി സ്ലോ ആക്കിയിട്ട് നമ്മളിപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടി സ്ലോ ആക്കിയപ്പോൾ ഒരു 10 കിലോമീറ്റർ വേഗതയിലേക്ക് താന്നിട്ട് പിന്നെ നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ ബാക്ക് സൈഡിൽ നിന്ന് ഒരു പൊടച്ചിലൊരു വൈബ്രേഷൻ വന്നത് ഈ ക്ലച്ച് ഔട്ടർ യൂണിറ്റിനകത്ത് ക്ലച്ച് ഷൂ കൃത്യമായിട്ട് പിടിക്കാത്തതിൻ്റെ ഒരു പ്രോബ്ലമാണ്. അത് ശരിക്കും പറഞ്ഞാൽ ക്ലച്ച് വർക്ക് ചെയ്തതിനകത്ത് നല്ല സ്മൂത്തായി പോയേക്കുക. കാരണം വെച്ചാൽ ചെറിയൊരു ഗ്രിപ്പ് കിട്ടിയാലാണ് നമുക്ക് അതുമായി ബന്ധപ്പെട്ട ഒരു സ്മൂത്ത്നെസ് അതിനകത്ത് വരുള്ളൂ. അതായത് ക്ലച്ച് സ്മൂത്തായിട്ട് പിടിച്ച് നമുക്ക് വണ്ടി ജർക്കിങ് ഇല്ലാത്ത രീതിയിൽ മൂവ്മെൻറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് പോളിഷ് ചെയ്തിട്ട് ചെറിയതായിട്ട്, ഇതിപ്പോൾ ക്ലച്ച് വർക്ക് ചെയ്തിട്ട് നല്ല കണ്ണാടിച്ചിൻ്റെ പോലെ കണ്ടീഷനിലേക്ക് അയക്കണം. അപ്പോൾ അത് നമുക്ക് ചെറിയൊരു റഫ്നെസ് അതിനകത്ത് കിട്ടണം. അത് നമുക്ക് ലെയ്ത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് പോളിഷ് ചെയ്ത് ക്ലിയർ ചെയ്ത് കിട്ടും. അത് ആ കൂട്ടത്തിൽ നമുക്കത് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് അതിൻ്റെ കാർബറേറ്റർ യൂണിറ്റൊക്കെ ഫുള്ളായിട്ട് നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്യും. അതിൻ്റെ സ്ലോ ജെറ്റ് യൂണിറ്റ് എന്തായാലും ബ്ലോക്ക് ഉണ്ടാവും, നമ്മളത് മാറ്റി റീസെറ്റ് ചെയ്യാം. അത് ബ്ലോക്ക് വരും എന്ന് പറഞ്ഞതിൻ്റെ ഒരു റീസൺ എന്ന് വെച്ചാൽ ഇതുമ്മ കിടന്നിരുന്ന എയർ ഫിൽറ്റർ ഇതാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു കുറഞ്ഞ കമ്പനിയാണ്, ചാത്ത സാധനമാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ പേപ്പർ ടൈപ്പ് ഫിൽറ്ററാണ് അതുമ്മ യൂസ് ചെയ്തേക്കണം. ഇത് കിടക്കുക നമുക്ക് വന്നത് വിസ്കസ് ടൈപ്പ് ഫിൽറ്ററാണ് വരാം. കാരണം കാഴ്ചയിൽ ഇത് മോഡലൊക്കെ സെയിം ആണെങ്കിലും അതുമ്മ യൂസ് ചെയ്തേക്കണ ആ മെറ്റീരിയൽ വ്യത്യാസമുണ്ട്. ബാക്കിയത്തൊക്കെ കറക്റ്റായിരിക്കും, ഈ വന്ന സാധനം വ്യത്യാസമുണ്ട്.
അത് വിസ്കസ് ടൈപ്പാണ് നമുക്ക് ഈ മോഡൽ വണ്ടികൾക്ക് സ്കൂട്ടറും ഹോണ്ടയ്ക്കൊക്കെ വന്നത് അതാണ്. അപ്പോൾ ആ മോഡലിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്ത് വിടും കേട്ടോ. പിന്നെ അതേപോലെ തന്നെ സൈലൻസറിൻ്റെ ഉള്ളിൽ അത്യാവശ്യം കരി, അതായത് ഓയിൽ മയത്തോട് കൂടിയിട്ടുള്ളതുണ്ടാവും. ആ സൈലൻസർ നമ്മൾ ക്ലീൻ ചെയ്യും. ക്ലീനർ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു കെമിക്കൽ യൂസ് ചെയ്തിട്ട് അത് ക്ലീൻ ചെയ്തിട്ട് റീസെറ്റ് ചെയ്യും. ബാക്കിയത്തെ അതിനോടനുബന്ധിച്ച് അപ്പോൾ ഞാൻ എഞ്ചിൻ സംബന്ധമായിട്ടുള്ള വർക്ക് ആയതിനു ശേഷം ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് എന്നിട്ട് വേണം നമുക്ക് അതിൻ്റെ ബാക്കിയത്തെ വർക്കുകൾ ചെയ്യാനായിട്ട്. വണ്ടി ഓടിച്ച് നോക്കുന്ന സമയത്ത് ഒരല്പം സ്പീഡിൽ പോയിട്ട് നമ്മളൊന്ന് കൈ പതുക്കൊന്ന് ലൂസാക്കിയ ഫ്രണ്ടൊക്കെ നല്ല ഷിവറിങ് ആണ്. അപ്പോൾ ആ ഫ്രണ്ട് ബുഷ് സെറ്റൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാനുണ്ട്. ടയറിൻ്റെ കണ്ടീഷനൊക്കെ നോക്കാനുണ്ട്, ടയറിൻ്റെ അലൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട്. അത് നമുക്ക് ഇതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ അതിൻ്റെ നോക്കിയിട്ട് ഇതിൻ്റെ ഒരു എഞ്ചിൻ സെറ്റ് ചെയ്യണേക്കാളും ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഇട്ടേക്കാം. അതിന് ശേഷം നമുക്ക് മറ്റേതും കൂടി നോക്കി അത് ക്ലിയർ ചെയ്യാം എന്തെങ്കിലും കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തിടാം. ലെയ്ത്ത് വർക്ക് കഴിഞ്ഞ് വന്നിട്ട് അതേ ക്രാങ്ക് ഷാഫ്റ്റും ഹെഡുമാണ് ലെയ്ത്തിലേക്ക് പോകണേ. അത് ലെയ്ത്തിലേക്ക് പോകാമെന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ വാൽവ് ഗൈഡും കാര്യങ്ങളൊക്കെ മാറ്റാനുള്ളത് കൊണ്ടാണ് അതൊന്ന് ലെയ്ത്തിലേക്ക് വിടുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ക്ലച്ച് ഔട്ടർ യൂണിറ്റ് ഒന്ന് പോളിഷ് ചെയ്യാൻ വിടുന്നുണ്ട്. അത്ര വർക്കാണ് നമുക്ക് ലെയ്ത്തുമായി ബന്ധപ്പെട്ട് വന്നത് കേട്ടോ. സിലിണ്ടർ അതേപോലെ തന്നെ ബാക്കിയത്തെ ഇപ്പോൾ ടൈമിങ് ചെയ്യാൻ അതിനോടനുബന്ധിച്ചിട്ട് ബാക്കിയത്തെ പാർട്സുകൾ, പാക്കിങ്, ഗ്യാസ്കറ്റ്, ഓയിൽ സീലുകൾ അതൊക്കെ നമുക്ക് മാറ്റി പുതിയത് സെറ്റ് ചെയ്യണം. അപ്പോൾ അത് എന്തായാലും നമ്മളൊരു 1 ഇയർ വാറണ്ടിയിലാണ് ചെയ്യണേ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ അപ്ഡേറ്റ് ചെയ്തേക്കാം. ഇത് വന്നു കഴിഞ്ഞതിന് ശേഷം ഞാൻ അതിൻ്റെ കറക്റ്റ് എസ്റ്റിമേറ്റ് പറയാം. കറക്റ്റായിട്ട് എത്ര നമുക്ക് കോസ്റ്റ് വരും എന്നുള്ളത് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് കൂടി പറയാം. അതിന് ശേഷം നമുക്ക് ബാക്കിയത്തെ വർക്ക് എങ്ങനെ വേണ്ടതെന്ന് വെച്ചാൽ നോക്കിയിട്ട് അതനുസരിച്ച് ചെയ്യാം കേട്ടോ.